കേരളത്തിലെ കൈവെട്ട് കേസ് പാർലമെന്റിൽ ഓർമ്മപ്പെടുത്തി കേന്ദ്ര ധനമന്ത്രി ഡോക്ടർ നിർമ്മല സീതാരാമൻ. തൊടുപുഴയിൽ പ്രൊഫസർ TJ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിയ സംഭവമാണ് നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ ഉയർത്തിയത്. എല്ലാ സംസ്ഥാനങ്ങളിലും ഇസ്ലാമിസ്റ്റുകളെ കോൺഗ്രസ് പ്രീണിപ്പിക്കുന്നതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. വിവരങ്ങളുമായി നന്ദഗോപൻ ഒപ്പം ചേരുന്നു. നന്ദഗോപൻ, ഏതു സാഹചര്യത്തിലാണ് ധനമന്ത്രി ഈ കൈവെട്ട് കേസ് പറഞ്ഞത്? കൃഷ്ണരാജ്, പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ ഇന്നിപ്പോൾ രാജ്യസഭയിൽ ആഞ്ഞടിച്ചു. അതായത് പ്രതിപക്ഷത്തിന് സംസാരിക്കുവാനുള്ള അവസരങ്ങൾ നിഷേധിക്കുന്നു, പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ കവർന്നെടുക്കുകയാണ്. മാത്രമല്ല, രാജ്യത്ത് ഇപ്പോൾ അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്നു തുടങ്ങിയ വിമർശനങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഇതിന് മറുപടി നൽകുകയായിരുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമൻ. നിർമ്മല സീതാരാമൻ ചൂണ്ടിക്കാണിച്ചത്, രാജസ്ഥാനിൽ കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ മതത്തിന്റെ പേരിൽ ഒരു ടൈലറെ അയാളുടെ ഷോപ്പിൽ കയറി വെട്ടിക്കൊലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് പിന്നീട് സോഷ്യൽ മീഡിയയിൽ അടക്കം ചിത്രീകരിച്ച് വൈറലാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിട്ട് കോൺഗ്രസ് സർക്കാർ എന്ത് നടപടി അവിടെ സ്വീകരിച്ചു എന്നുള്ളതാണ് പ്രധാനമായും അവർ ഉയർത്തുന്ന ചോദ്യം. അതേപോലെ തന്നെ കേരളത്തിൽ ഒരു അധ്യാപകന്റെ കൈവെട്ടുന്ന സംഭവം ഉണ്ടായി. കൈവെട്ടി മാറ്റിയ സംഭവം ഉണ്ടായിട്ടും കോൺഗ്രസ് ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചില്ല എന്നുള്ളതാണ് പ്രധാനമായും നിർമ്മല സീതാരാമൻ ചൂണ്ടിക്കാണിച്ചത്. ഇങ്ങനെ കോൺഗ്രസ് അധികാരത്തിലിരുന്ന സംസ്ഥാനങ്ങളിലും പ്രതിപക്ഷമായിരുന്ന സംസ്ഥാനങ്ങളിലും ഒക്കെ തന്നെ നിരന്തരം ആക്രമണങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ ഒരു ചെറു വിരൽ പോലും അനക്കുവാൻ വേണ്ടി സർക്കാർ തയ്യാറാകുന്നില്ല. മറിച്ച് ഇത്തരം ലോക്സഭയിലും രാജ്യസഭയിലും എത്തി രാജ്യത്ത് അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്നു എന്നുള്ള വാദങ്ങൾ നടത്തുകയാണ്. എന്നാൽ അത്തരം വാദങ്ങൾക്ക് യാതൊരുവിധ അടിസ്ഥാനവുമില്ല എന്നുള്ളതാണ് നിർമ്മല സീതാരാമൻ ചൂണ്ടിക്കാണിച്ചത്. ഏതായാലും ഇപ്പോൾ രാജ്യസഭയിൽ നടപടികൾ പുരോഗമിക്കുകയാണ്. അതേസമയം ലോക്സഭ ഇന്നിപ്പോൾ 2 മണിവരെ താൽക്കാലികമായി പ്രതിപക്ഷം സഭ സ്തംഭിപ്പിച്ചതിനെ തുടർന്ന് പിരിഞ്ഞിരിക്കുന്നു. കൃഷ്ണരാജ്. ശരി. കേരളത്തിലെ കൈവെട്ട് കേസ് പാർലമെന്റിൽ ഓർമ്മപ്പെടുത്തുകയാണ് ധനമന്ത്രി ഡോക്ടർ നിർമ്മല സീതാരാമൻ. വിവരങ്ങൾ നൽകുകയായിരുന്നു നന്ദഗോപൻ.